കേരളം എമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്, ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിന് ഇപ്പോൾ ഗ്ലാമർ പരിവേഷമാണ്. സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി. CPI നേതാവ് സുനിൽകുമാറാണ് BJPക്ക് ബദലായി മത്സരിക്കുന്നത്. അതിനുമപ്പുറം കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് മുരളീധരനും മത്സരിക്കുന്നു. ഇങ്ങനെ തിവർന്ന പോരാട്ടത്തിന് വേദി ഒരുങ്ങിയിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒരുപാട് ദൂരം, ഒരുപാട് കാതം മുന്നോട്ട് സഞ്ചരിച്ചിരുന്നു. ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിരുന്നു. പക്ഷേ പറ്റിയത് ഈ ലൂർദ് പള്ളിയിൽ കൊടുത്ത ഈ സ്വർണ്ണ കിരീടമാണ്. സ്വർണ്ണ കിരീടം ലൂർദ് പള്ളിയിൽ കൊടുത്തു എന്ന രീതിയിൽ സുരേഷ് ഗോപി പ്രചരണം ആരംഭിച്ചു. അവസാനം ഈ ലൂർദ് പള്ളിക്കാരൊക്കെ അങ്ങ് ഉരച്ച് നോക്കിയപ്പോൾ എൻ്റെ അമ്മോ അത്രയും ചെമ്പ്. പിന്നെ ഒരു BJP സുഹൃത്ത്, പേര് ഞാൻ പറയുന്നില്ല, ഒരു BJP സുഹൃത്ത് എന്നെ വിളിച്ച് പറയുന്നു, ഈ ഒളിമ്പിക്സിൽ കൊടുക്കുന്നത് പോലും സ്വർണ്ണമല്ലല്ലോ ഷാജിയേട്ടാ, ചെമ്പല്ലേ, സ്വർണം കുറച്ച് പൂശയല്ലേ ഉള്ളൂ. ശരി സുഹൃത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി. മാത്രമല്ല സുഹൃത്ത് പറയുന്ന ഈ ന്യായത്തിനും നന്ദി. എന്നാലും എൻ്റെ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ചെമ്പ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ചെമ്പ് കൊടുക്കുക, അതല്ലേ പറയേണ്ടത്, അതല്ലേ മാന്യത, അതല്ലേ അന്തസ്സ്. ഇത് സ്വർണ്ണ കിരീടത്തിൽ ചെമ്പും കലക്കി പിടിച്ച് ലൂർദ് പള്ളിയിൽ ചെന്ന് കൊടുത്തുകൊണ്ട് ലൂർദ് പള്ളിയുടെ വിശ്വാസികളുടെ പിന്തുണ നേടി BJP മുന്നോട്ട് പോകാൻ, സുരേഷ് ഗോപി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് സുരേഷ് ഗോപിക്ക് നേരെ. നിങ്ങൾ കുറേ കാലമായി നിങ്ങളുടെ സിനിമയൊന്നും വിജയിക്കുന്നില്ല. അവസാനം കിട്ടിയ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, കണ്ടു കേട്ടോ. നിങ്ങളുടെ പ്രകടനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ഷിറ്റാവാനേ പറ്റും, നിങ്ങൾക്ക് ബാക്കിയൊന്നിനും നിങ്ങൾക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ കളിയാട്ടത്തിൽ നിങ്ങൾ അഭിനയിച്ചതുപോലെ ഒരു ഭാവഭേദവും ഇല്ലാതെ അഭിനയിക്കണം. നടനെന്ന ഭാവഭേദമില്ലാതെ അഭിനയിക്കണം. കളിയാട്ടത്തിൽ നിങ്ങൾ അഭിനയിച്ചതിന് നിങ്ങൾക്ക് ദേശീയ അവാർഡൊക്കെ അന്ന് BJP സർക്കാർ തന്നു. എന്തായാലും ഈ അഭിനയത്തിൽ കുറച്ചുകൂടെ പ്രാവീണ്യം വേണം ഇനിയും സുരേഷ് ഗോപിക്ക്. പക്ഷേ അതിന് സുരേഷ് ഗോപിക്ക് പറ്റിയ മാർക്കറ്റ് ഇല്ല. മാർക്കറ്റുകളെല്ലാം LDF സ്വീകരിച്ചിരിക്കുന്നു. മാർക്കറ്റുകളെല്ലാം LDF കീഴടക്കിയിരിക്കുന്നു. മാർക്കറ്റുകൾ കീഴടക്കിയ LDFൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിങ്ങൾ പോയി നിന്നാൽ നിങ്ങളെ പൊരിക്കും. അതാണ് ഇന്നലെ സംഭവിച്ചത്. നിങ്ങളവിടെ പോയി നിന്ന് എന്തിനാണ് ഈ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ പോയി നിന്നിട്ട് അവിടുത്തെ മൂത്രപ്പുര ശുചീകരിക്കുന്നു പറയുന്നത്? എൻ്റെ ദൈവമേ, അവിടുത്തെ മൂത്രപ്പുര ശുചീകരിക്കുക ഇനി സുരേഷ് ഗോപിയല്ല ജോബയുടെ വിചാരിച്ചാലും പറ്റൂല. എന്തൊരു നാറ്റമെന്നറിയാം. അത്ര നാറ്റമാണ് അവിടെ. ഒരു സെപ്റ്റിക് ടാങ്കാണ് അവിടെ. അതിനോടൊപ്പം ഞാനൊന്ന് കൂട്ടി പറഞ്ഞോട്ടെ, സുരേഷ് ഗോപി നിങ്ങൾ സെപ്റ്റിക് ടാങ്കാണ്.